പുറത്തുള്ള ഓരോ സബ്ജക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. HR ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഏതൊരു സെക്ടറിനെ പറ്റിയിട്ട് നമുക്കൊന്നും കൂടി ഒരു നോളജ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. മതി, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വന്ന ഒരാളാണ്. എങ്ങനെയാണ് നിങ്ങൾ ബി സ്കൂളിനെ കുറിച്ച് എങ്ങനെയാണ് ഫസ്റ്റ് അറിഞ്ഞത്? ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് MBA ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണലി MBA ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒന്നും എനിക്ക് എന്താ ഒരു ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഒരു മിസ്സാണ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കോട്ടക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ പോയി അന്വേഷിച്ച് നോക്ക്, എനിക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ ഈ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ വന്ന് അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ കോളേജിൽ മിസ്സാണ് നിങ്ങളോട് കോളേജിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്തത്, ഈ സ്കൂളിന്റെ ശരിക്കുള്ള റെക്കമെൻഡേഷൻ വന്നത്. ഓക്കെ, എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഒരു ഡിഫറെന്റ് കൾച്ചർ, ക്ലാസ് റൂംസ് ആണെങ്കിലും ഇപ്പോൾ അവിടെ എടുക്കുന്ന സിലബസ് ആണെങ്കിലും ടോപ്പിക് ആണെങ്കിലും എന്തായാലും ഡിഫറെന്റ് ആണ്. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവർ നല്ല സപ്പോർട്ടീവ് ആണ്. ഇതുവരെ പഠിച്ച സിസ്റ്റത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റം, അതായത് പീസ് ഓഫ് പേപ്പർ കൺ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് മീനിങ് ഇവിടെ വന്നതിനെ സംബന്ധിച്ചത്. കാരണം ഒരു എക്സാം പേപ്പർ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വിളിച്ചുണ്ടാക്കുന്നത്, അല്ലാതെ തന്നെ നമുക്ക് അസൈൻമെന്റുകളോട് ചെയ്തുകൊണ്ട് നമുക്ക് കരിയറിൽ എത്തിപ്പെടാം. പുറത്തുള്ള ഓരോ സബ്ജക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഓരോ സെക്ടറിനെ പറ്റി, അതായത് ഇപ്പോൾ HR ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഏതൊരു സെക്ടറിനെ പറ്റിയിട്ട് നമുക്കൊന്നും കൂടി ഒരു നോളജ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. ഡീപ്പായിട്ട് കിട്ടുന്നു. മതി, ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരും മക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്റെ മൈൻഡ് സെറ്റ് മാറിയത്, എനിക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുറത്ത് പോയി ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആട്ടെ, ഏതായാലും ആഗ്രഹം